വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലിവർപൂളിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഫോർവേഡ് താരമായിട്ടുള്ള ഡിയോഗോ ജോട്ടോ മരണപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്പെയിനിൽ വെച്ച് ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള ആന്ദ്രേ സിൽവയായിട്ട് സഞ്ചരിക്കുമ്പോഴായിരുന്നു ആ ഒരു അപകടം സംബന്ധിച്ച്. ജീവിതം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഭയങ്കര സില്ലിയായിട്ട് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്ലബ്ബ് എന്നുള്ള വ്യത്യാസമല്ലാതെ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ലാതെ എല്ലാ ആരാധകർക്കും മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. അദ്ദേഹം നമുക്ക് നോക്കുകയാണെങ്കിൽ റീസെൻ്റായിട്ട് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് വേണ്ടി കപ്പടിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ പോർച്ചുഗലിന് നേഷൻസ് ലീഗ് കപ്പ് നേടിക്കൊടുക്കുന്നതെല്ലാം കണ്ടതാണ്. ഇതിന് പുറമെ അദ്ദേഹം 2 ആഴ്ച മുന്നേ തന്നെയാണ് വിവാഹിതനായിട്ടുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും കാര്യങ്ങൾക്കും എത്രത്തോളം മനസ്സിന്, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനിയനും 2 പേരും കുടുംബത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ തോട്ട്സും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് തന്നെയാണ് ഉള്ളത്. ഇതുപോലെ തന്നെ ലിവർപൂള് അദ്ദേഹത്തിൻ്റെ നമ്പർ 20 ജേഴ്സിയും റിട്ടയർ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അടുത്ത സീസണിൽ ലിവർപൂളിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇനി ആ ഒരു നമ്പർ 20 ജേഴ്സി ധരിക്കാൻ അദ്ദേഹം എന്നല്ല ആരെയും ഇനി ലിവർപൂൾ ജേഴ്സിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ ലോകമെമ്പാടുള്ള ഫുട്ബോൾ ആരാധകരുടെ തോട്ട്സും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉള്ളത്. 29 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായമായിട്ടുള്ളൂ. തൻ്റെ ഒരു പ്രൈമിലേക്ക് കടന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ നേഷൻസ് ലീഗിൽ തന്നെ വളരെ സുന്ദരമായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പോർച്ചുഗൽ കപ്പടിച്ചതിന് ശേഷം 2016 കപ്പടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോ ഒരു ട്രോഫി തോളത്ത് വെച്ചിട്ടൊരു സെലിബ്രേഷൻ പോലെ അദ്ദേഹം എടുത്ത് ക്യാരി ചെയ്ത് നടന്ന് നമ്മൾ കണ്ടതായിരുന്നു. സോ ഇപ്രാവശ്യത്തെ ആ ഒരു വീഡിയോയിൽ ക്രിസ്ത്യാനോയ്ക്ക് ട്രോഫി കിട്ടിയതിന് ശേഷം പോർച്ചുഗീസ് താരങ്ങളായിട്ടുള്ള റൂബൻ നെവസ് അതുപോലെ തന്നെ ജോട്ടയും കൂടി അദ്ദേഹത്തിനോട് ആ ഒരു മൊമെൻറ്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നതെല്ലാം നമ്മൾ വീഡിയോയിലായിട്ട് കണ്ടതാണ്. സോ അത്തരം മൊമെൻറ്റുകളെല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓർത്ത് വേണം. എന്തായാലും നമ്മുടെ തോട്ട്സും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് കൂടെ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് നല്ല രീതിയിൽ ടോക്സ് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു നിക്കോ വില്യംസിന് അത്ലറ്റിക് ക്ലബിൽ നിന്ന് ബാഴ്സലോണയിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിൻ്റെ ന്യൂസ്. അത് ഓൾമോസ്റ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള ടോക്സ് കാര്യങ്ങളെല്ലാം നടന്നു എന്നാണ് നമ്മളും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈവൻ ബാഴ്സലോണ പോലും ആ ഒരു രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നിക്കോ 10 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ അത്ലറ്റിക് ക്ലബിന് വേണ്ടി പുതിയതായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. പുതിയ കോൺട്രാക്റ്റ് പ്രകാരം അദ്ദേഹം 2035 വരെ അത്ലറ്റിക് ക്ലബ്ബിൽ തുടരാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ ഒരു വിവരം ഒഫീഷ്യലായിട്ട് പോലും ബാഴ്സലോണ അറിഞ്ഞിട്ടില്ല എന്നുള്ള ന്യൂസാണ് ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള ഫുട്ബോൾ ജേർണലിസ്റ്റുകളെല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം, നിക്കോ ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെയും ബ്രദറിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നതും അങ്ങനെയുള്ള ന്യൂസുകളെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ആരാധകരുടെ ഭാഗത്തുനിന്ന് വളരെ എന്താ പറയുക, മോശമായ രീതിയിൽ വിമർശിക്കുന്നതും, ഇപ്പം അദ്ദേഹം പോയാലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ റെസ്പെക്റ്റ് ഓൾറെഡി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസുകളെല്ലാം നമ്മൾ കണ്ടിരിക്കുകയാണ്. സോ ഇനി അദ്ദേഹത്തിനെ അവരെങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളതെല്ലാം നമുക്കിനി നെക്സ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ കണ്ടറിയാവുന്നതാണ്. സോ ബാഴ്സലോണയെ സംബന്ധിച്ച് അവർ തങ്ങളുടെ ഒരു ലെഫ്റ്റ് വിങ്ങിലാണ് നിക്കോ കളിക്കുന്നത്. ആ ഒരു വിങ് പൊസിഷനിലേക്ക് അവരിനി നോക്കുന്നുണ്ടാവുക കൂടുതലും മാർക്കറ്റിൽ മറ്റ് ഓപ്ഷൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ലിവർപൂളിലെ ലൂയിസ് ഡയസ്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരാണ്. അതിൽ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഓൾറെഡി ബാഴ്സലോണയാണ് തൻ്റെ ഡ്രീം മൂവ് എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതിന് പുറമെ മറ്റൊരു ന്യൂസും കൂടി വന്നിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കസ് റാഷ്ഫോർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ 10 ജേഴ്സി മത്തേയസ് ക്യൂനിയയ്ക്ക് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും പുറത്തു വന്നിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ഇനി യുണൈറ്റഡിന് വേണ്ടി കളിക്കില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽസിനെ എല്ലാം വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. മാർക്കസ് റാഷ്ഫോർഡിന് പുറമെ ജെയ്ഡൻ സാൻചോ, അതുപോലെ അലഹാൻഡ്രോ ഗർനാച്ചോ, ആൻ്റണി, പിന്നെ ടൈറൽ മലേഷ്യ, ഇത്രയും താരങ്ങൾക്ക് അവരോട് റിട്ടേൺ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ, റിട്ടേൺ ചെയ്യേണ്ട എന്നല്ല, അവർക്ക് ടീമിനായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു റിട്ടേൺ പീരീഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നീട്ടിക്കൊടുക്കുകയായിരിക്കണം. അവർക്ക് മറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനായിട്ട്, എന്തായാലും അവരിനി കളിക്കാനായിട്ട് യുണൈറ്റഡിന് വേണ്ടി കളിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളത് ക്ലബ്ബും അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലബ്ബ് വഴി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ക്ലബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്.
സോ ബാഴ്സലോണയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി ടാർഗറ്റായിട്ട് കാണുന്നത് ലൂയിസ് ഡയസിനാണ്. പക്ഷേ ലിവർപൂൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഈവൻ ബാഴ്സലോണ മാത്രമല്ല FC ബയേൺ മ്യൂണിക്കും ഒരു അപ്രോച്ച് നടത്തിയിരുന്നു ലൂയിസ് ഡയസിന് വേണ്ടിയിട്ട്. സോ അവരോട് രണ്ടുപേരോടും ലൂയിസ് ഡയസ് സെയിലിനില്ല എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസാണ് ലിവർപൂൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ബാഴ്സ എന്തായാലും ആ ഒരു മൂവിന് വേണ്ടി കൂടുതൽ പുഷ് ചെയ്യും എന്നാണ് ഇപ്പോഴും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നിന്ന് ആന്റണി ഇലാങ്കയെ സൈൻ ചെയ്യാനായിട്ട്, അതായത് ഒരു 55 മില്യൺ പൗണ്ടിൻ്റെ ഒരു ബിഡ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ന്യൂകാസൽ യുണൈറ്റഡ്. സോ അവരുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി ടാർഗറ്റ് പോലെയാണ് അവർ ഈ ഇലാങ്ക ഡീലിനെ കണക്കാക്കിയിട്ടുള്ളത്. എത്രത്തോളം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഹോൾ ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. പ്ലെയർ സൈഡ് ആണെങ്കിലും ഇപ്പോഴും പേഴ്സണൽ ടൈംസ് ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. എന്താണ് ആ ട്രാൻസ്ഫറിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കാണാനായിട്ട് സാധിക്കും. ഇലാങ്കയുടെ ഈ ട്രാൻസ്ഫറിൽ തന്നെ മറ്റൊരു നേട്ടം കൂടി വരുന്നത് ഈവൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് മാത്രമായിരിക്കില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഉണ്ടായിരിക്കും. അവർ ഓൾറെഡി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് ഇലാങ്കനെ സെൽ ചെയ്തപ്പോൾ ഒരു സെൽ ഓൺ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ മറ്റൊരു ക്ലബിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% സെൽ ഓൺ ക്ലോസ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസുകൾ കാര്യങ്ങളായിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ചെൽസി ഇപ്പോൾ ജെയ്മി കിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു താരത്തിനെ ബോറുസിയ ഡോർട്ട്മണ്ടിൽ നിന്ന് സൈൻ ചെയ്തു. അതുപോലെ തന്നെ യുവൻറ്റസ് ജൊനാഥൻ ഡേവിഡിനെയും സൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ന്യൂസുകൾ കാര്യങ്ങളായിട്ടുള്ള. മറ്റൊരു ന്യൂസുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. ടിൽ ദെൻ ബൈ.